രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ടതായിട്ടുള്ള തകരാറുകൾ ഒന്ന്, ഈ വിഷയത്തിൽ മന്ത്രിസഭ കൂടിയാലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. രണ്ട്, ഇത് സംബന്ധിച്ചുള്ള യാതൊരു അംഗീകാരവും പരിശീലനവും പരിശോധനയും ധനവകുപ്പ് നടത്തിയിട്ടില്ല. മൂന്ന്, ഇത് വിദേശ കമ്പനിയുമായിട്ടുള്ള ഇടപാടായതുകൊണ്ട് നിയമവകുപ്പ് ഇത് വേണ്ട രീതിയിൽ പരിശോധന നടത്തിയിട്ടില്ല. നാല്, സ്വകാര്യ വിവരങ്ങൾ, പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ യാതൊരു കാരണവശാലും വിദേശ ഏജൻസികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന ചട്ടം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പോരാടിയിട്ടും അത് വകവയ്ക്കാതെ ഈ ഉടമ്പടിയുമായി ഒന്നാം പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. അന്നത്തെ പ്രസിദ്ധനായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരനാണ് ഇത് ഉടമ്പടി ഒപ്പുവെക്കുന്നതിനും മറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. അദ്ദേഹത്തിന് പിന്നീടുണ്ടായതായിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ചൊന്നും ഇനിയും കേരളത്തിലെ പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്ന് തുടങ്ങിയതായിട്ടുള്ള ഈ ക്രമക്കേടുകളെല്ലാം ഉന്നയിച്ചിട്ടും പിണറായി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഉടമ്പടി തുടരുകയും ഇതിൽ സാരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അത് അവഗണിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ചുള്ള ഒരു കോടതി വ്യവഹാരത്തിന് പോയത്.